സൗദി അറേബ്യയിൽ തൊഴിൽ നഷ്ടപ്പെട്ട് ദുരിതം അനുഭവിച്ചിരുന്ന തൊഴിലാളികളുടെ ആദ്യ സംഘം അല്പസമയത്തിനകം ഇന്ത്യയിലേക്ക് തിരികെ മോച്ചർ കമ്പനിയിൽ തൊഴിൽ നഷ്ടപ്പെട്ട 26 തൊഴിലാളികളാണ് എത്തുന്നത്. കൂടുതൽ വിവരങ്ങൾ ജമാൽ നൽകും. ജമാൽ, താൽക്കാലിക ഒരു ആശ്വാസം ഉണ്ടായിരിക്കുകയാണ് സൗദി വിഷയത്തിൽ. 26 പേർ എത്തുന്നു. എപ്പോഴായിരിക്കും സംഘം പുറപ്പെടുക? അഞ്ചോ ജിദ്ദ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് തൊഴിലാളികളുടെ ആദ്യ സംഘം പുറപ്പെട്ടു. സൗദി എയർലൈൻസിന്റെ വിമാനത്തിലാണ് ഇവർ നാട്ടിലേക്ക് പുറപ്പെട്ടത്. 26 തൊഴിലാളികളാണ് ഈ ആദ്യ സംഘത്തിലുള്ളത്. സൗദി സർക്കാരിന്റെ ചെലവിലാണ് തൊഴിലാളികൾ നാട്ടിലേക്ക് മടങ്ങുന്നത്. സൗദി ഓജർ കമ്പനിയിലെ തൊഴിലാളികളാണ് ഇവർ. ഈ സംഘത്തിൽ മലയാളികൾ ഇല്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളാണ് ഇവർ. വൈകിട്ട് 6 മണിയോടുകൂടി ഈ വിമാനം ഡൽഹിയിൽ എത്തിച്ചേരും. ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുൽ ജനറലും മറ്റ് നയതന്ത്ര ഉദ്യോഗസ്ഥരും തൊഴിലാളികളെ യാത്രയാക്കാൻ ജിദ്ദ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. നാട്ടിലേക്ക് മടങ്ങാൻ തയ്യാറായ 26 തൊഴിലാളികളാണ് ഈ ആദ്യ സംഘത്തിലുള്ളത്. ഇനിയും നാട്ടിലേക്ക് മടങ്ങാൻ തയ്യാറുള്ളവരുടെ പട്ടിക എംബസിയുടെയും കോൺസുലേറ്റിന്റെയും നേതൃത്വത്തിൽ തയ്യാറാക്കി വരികയാണ്. പട്ടിക തയ്യാറാകുന്നവർക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇവരുടെ മടക്കയാത്രയും ഉണ്ടാകും. ഇന്ത്യക്കാരായ 8000-ഓളം തൊഴിലാളികളാണ് സൗദിയിൽ മാസങ്ങളായി ശമ്പളമില്ലാതെ ദുരിതം അനുഭവിച്ചിരുന്നത്. ഇവരുടെ ദുരിതങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയായിരുന്നു. തുടർന്ന് കേന്ദ്ര സർക്കാരും സൗദിയിലെ ഭരണകൂടവും പ്രശ്നത്തിൽ ഇടപെട്ടു. സൗദിയിലെ സൽമാൻ രാജാവ് പ്രശ്നം പരിഹരിക്കാനായി 10 കോടി റിയാൽ അനുവദിച്ചിരുന്നു. ശമ്പള കുടിശ്ശികയും മറ്റ് ആനുകൂല്യങ്ങളും നൽകാൻ ഈ തുക ഉപയോഗിക്കണമെന്നാണ് വിവിധ മന്ത്രാലയങ്ങളോട് സൽമാൻ രാജാവ് നിർദ്ദേശിച്ചിരുന്നത്. 8000-ഓളം തൊഴിലാളികളിൽ 300-ഓളം മലയാളികളുണ്ട്. ഏതായാലും നാട്ടിലേക്ക് മടങ്ങാൻ തയ്യാറായ ആദ്യ സംഘം നാട്ടിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നു. വൈകിട്ട് 6 മണിയോടുകൂടി ഈ സംഘം ഡൽഹിയിൽ എത്തിച്ചേരും. ശരി, ജമാലുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്. സൗദി അറേബ്യയിൽ തൊഴിൽ നഷ്ടപ്പെട്ട് ദുരിതം അനുഭവിച്ചിരുന്ന തൊഴിലാളികളുടെ ആദ്യ സംഘം ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു.